ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിലാണ്. ഇപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പോയി ജൂയിഷ് ടൗണും കാര്യങ്ങളും എല്ലാം കണ്ടു. അതെന്തായാലും വരുന്ന വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ വാട്ടർ മെട്രോയിലാണ്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. സോ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാട്ടർ മെട്രോയിൽ കയറും. സോ ഇവിടാണ് വാട്ടർ മെട്രോ, അത് മട്ടാഞ്ചേരിയാണ് കേട്ടോ. സോ അപ്പോൾ വാട്ടർ മെട്രോയിൽ നമ്മൾ കയറിയതിന് ശേഷം നമുക്ക് ആ കാഴ്ചകളും കാണാം കേട്ടോ. സോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇൻ കൊച്ചി ഗൈസ്. ഇതാണ് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കേരളത്തിലുള്ളത്. സോ ഇവിടെയാണ് നമ്മൾ കയറുന്നത്. സോ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും. ഗൈസ്, അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിലോട്ട് കയറുകയാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇത് വളരെ മനോഹരമായിട്ട് എന്താ പറയുക, കേരള തനിമയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലാണിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ, ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും എല്ലാം. സോ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് എന്താ പറയുക മെട്രോയിലോട്ട് കയറാൻ പോകുന്നത് കേട്ടോ. സോ അത് ഇവിടെയാണ് ടിക്കറ്റ് കേട്ടോ. സോ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. സോ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ദേവിക ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേവിക പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നേരത്ത് അവർ നമ്മൾ റഷ് ചെയ്ത് വിളിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെട്രോ എടുക്കാറായി, വാട്ടർ മെട്രോ എടുക്കാറായി, നിങ്ങൾ വേഗം ടിക്കറ്റ് എടുക്കാൻ, രണ്ടുപേർക്ക് കൂടെ അകത്ത് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് റഷായി ടിക്കറ്റ് എടുത്തു. അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് തന്നു. സോ ഇത് പഞ്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ പഞ്ച് ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ കേട്ടോ. അവിടെ സ്റ്റാഫൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് പഞ്ച് ചെയ്ത് അകത്ത് കയറാൻ സഹായിക്കാൻ വേണ്ടി സ്റ്റാഫ് നിൽപ്പുണ്ട്. സോ അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടെ പഞ്ച് ചെയ്തു. പഞ്ച് ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് കയറി കേട്ടോ. അപ്പം മെട്രോ ഇപ്പോൾ വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ ടിക്കറ്റ്. ഇത് രണ്ടുമാണ് ടിക്കറ്റ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ദുബായിലൊക്കെ ഉള്ള നോൾക്കാർഡ് പോലുള്ള രീതിയിലൊക്കെ അവരിത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒരു രീതി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ എല്ലാവരും പെട്ടെന്ന് കയറാൻ പോകുന്നു. വണ്ടി എടുക്കാറായി, മെട്രോ എടുക്കാറായി. സോ എന്തായാലും നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വാട്ടർ മെട്രോ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കയറുന്നത്. അതിൻ്റെ ബോട്ടിൻ്റെ രീതിയിലല്ല കേട്ടോ, വേറെ ഇലക്ട്രിക്കലാണിത്. സംഭവം ഇലക്ട്രിക്കലാണ്. അതിൽ പുറത്ത് തന്നെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഇലക്ട്രിക്കലാണെന്ന്. സോ അപ്പോൾ കുറേ സൗണ്ട് ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവില്ല. ബോട്ട് കണക്ക് ഒരുപാട് സൗണ്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ എന്തായാലും നമുക്ക് അങ്ങനെ ഉള്ളിലോട്ട് നമ്മൾ കയറി. ഫസ്റ്റ് ടൈം നമ്മൾ കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ കയറി. സോ നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി അവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതും ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വാട്ടർ മെട്രോ ആണെന്നാണ് ഇങ്ങനെ ഇടയ്ക്ക് ന്യൂസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് സ്പേഷ്യസ് ആയിരുന്നു. നല്ല എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവൽ രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അത് എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സംഭവം. എന്താ പറയുക, ദേവിക തന്നെ ഇടയ്ക്കിടയ്ക്ക് കുശിക്കുന്നുണ്ട് കേട്ടോ. മതി വീഡിയോ എടുത്തത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്ന്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിച്ച്. നമ്മൾ ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാതെ ബാക്കിയുള്ളവരെന്ത് പറയുന്നു, അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. നമ്മളെ ഇഷ്ടങ്ങളും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും ചെയ്ത് നമ്മൾ മുന്നോട്ടങ്ങ് പോകുക, അത്ര തന്നെ. വേറെ ഒന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. സോ അങ്ങനെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഞാൻ എടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഞാൻ ദുബായിൽ കുറേ നാളുള്ളതുകൊണ്ട് എനിക്കറിയാം. ദുബായിൽ ടെക്നോളജിയെക്കാട്ടി ബെസ്റ്റ് ടെക്നോളജി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ദുബായിൽ ഇങ്ങനെ എന്താ പറയുക, അവരുടെ RTA ബോട്ടുണ്ട് കേട്ടോ, വാട്ടർ മെട്രോ ഉണ്ട് അവിടെ ദുബായിൽ. സോ അപ്പോൾ അതിൽ ഞാൻ കയറിയതാണ്. സോ അതിനേക്കാട്ടി ബെറ്ററായിട്ട് എനിക്കിത് തോന്നി. മനസ്സിലായില്ലേ. പിന്നെ എല്ലാം നമുക്ക് പുറമേ നമുക്ക് കൊച്ചിയുടെ ആ സൗന്ദര്യം കൂടെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതിൽ നല്ല സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു തരുന്നതുമുണ്ട്. സേഫ്റ്റി ജാക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി അതും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നന്നായി. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ അകത്തും എല്ലാം നല്ല ഹൈജീൻ ആയിരുന്നു കേട്ടോ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കൊടുക്കുമ്പോൾ അതിലൊരു ഹൈജീൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ കൊച്ചിയുടെ മനോഹാരിതയിൽ നമുക്കിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. സോ അവിടെ പോർട്ട് കാണാം. സോ ലെഫ്റ്റ് സൈഡിലുള്ള പോർട്ട് കേട്ടോ, നീല കാണുന്നത് പോർട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തുള്ളത് കുറച്ച് നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സോ എന്തായാലും കൊച്ചി ഒരു എന്താ പറയുക, ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. സോ നമ്മൾ കൊച്ചിയിൽ വന്ന് നമുക്ക് ഇങ്ങനെ മെട്രോയിൽ ഇതൊക്കെ സഞ്ചരിക്കുമ്പോഴേ കൊച്ചി എന്തുമാത്രം ഡെവലപ്പായെന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാകും. സോ എന്തായാലും അതിൻ്റെ റൂഫിങ്ങും അതിൻ്റെ പിടിക്കാൻ പടികളും അതും ഇതും
എന്തായാലും കമ്പികളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ജേണി നമുക്ക് എന്തായാലും ആസ്വദിച്ച് മുന്നോട്ട് പോകാം. സോ ഇതൊരു വലിയൊരു ഷിപ്പ് കണ്ടില്ലേ, കണ്ടില്ലേ അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നത്. സോ ചരക്കുകളും അതും ഇതൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക്. എന്തായാലും കൊച്ചിയിൽ ഒരുപാട് ചരക്കുകൾ നടക്കുന്നുണ്ടല്ലോ. സോ അപ്പോൾ ഒരുപാട് ബോട്ടുകൾ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. പുറമേ നിന്ന് വരുന്നതും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ബോട്ടും അതും ഇതുമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ ഞാൻ കണ്ടായിരുന്നുണ്ട്. ഒരുപാട് സായിപ്പ് മദാമ്മമാരുണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതാ കണ്ടില്ലേ നമ്മുടെ ഡോൾഫിൻസ് ഗൈസ്, അങ്ങനെ അതൊരു മനോഹരമായ അപൂർവ കാഴ്ചയായിരുന്നു കേട്ടോ. സോ നമുക്ക് എപ്പോഴും ക്യാപ്ചർ, ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അല്ലാത്തൊരു സമയത്താണ് എനിക്കിത് കിട്ടിയത് കേട്ടോ. സോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒന്നെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ നല്ല കാര്യം. അത് 2-3 പ്രാവശ്യം അത് പൊങ്ങയും താരയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. സോ പക്ഷേ നമുക്ക് എങ്ങനെയോ ഒരു പ്രാവശ്യം കിട്ടിയുള്ളൂ കേട്ടോ. സോ ഇതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് കേട്ടോ. സോ ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്, അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കേട്ടോ. സോ ഇവിടെ ഒരുപാട് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടിംഗ് ഉണ്ട്, പിന്നെ സർക്കാരിൻ്റെ ബോട്ടുണ്ട്. സോ പ്രോബ്ലി ഒരു വേറെ ലെവലിലോട്ടാണ് കൊച്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട് എന്തായാലും. അതെന്തായാലും എല്ലാ ജില്ലകളിലോട്ടും അത് വ്യാപിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും പിന്നെയും ഒരുപാട് കപ്പലുകൾ നമ്മൾ കണ്ടു. നെഹ്റു ശതാബ്ദി എന്ന് പറയുന്നൊരു കപ്പൽ നമ്മൾ കണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ലോങ് കപ്പൽസാണ് കേട്ടോ. എന്തായാലും അതും ഒരു ഡിഫറെൻറ്റ് കാഴ്ചയായിട്ട് തോന്നി കേട്ടോ. കാരണം നമ്മളൊരു ട്രെയിനിനെ പോലെയൊക്കെ ഉള്ളൊരു ലെവലിലാണ് ഇതൊരു ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അത്രയും വലിപ്പമുള്ളൊരു കപ്പലാണ് കേട്ടോ. സോ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിനാണ് ഓർമ്മ വന്നത് കേട്ടോ. സോ അത്രയ്ക്ക് കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ബോട്ട്സ് ഉണ്ട് അവിടെ, നമുക്ക് പ്രൈവറ്റായിട്ട് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഷിപ്പിംഗ് നടത്തുന്ന ബോട്ട്സ് ഉണ്ട്. സോ ഒരുപാട് എന്താ പറയുക, മത്സ്യബന്ധനവും അല്ലാതെയും ഒരുപാട് കാര്യങ്ങളും നമുക്കിവിടെ കൊച്ചിയുടെ ഇതിൽ കാണാം കേട്ടോ. സോ അത് എന്തായാലും കൊള്ളാം. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്തായാലും ഇവിടെ ഇതിലേക്കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് എല്ലാം കാണാം. കുറച്ച് പേരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ പോയപ്പോൾ കുറച്ച് തമിഴ് നടന്ന് വന്ന കുറച്ച് എന്താ പറയുക ടീംസ് ഉണ്ടായിരുന്നു. സോ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട്. കാരണം അവരുടെ നാട്ടിൽ ഇതില്ലല്ലോ. നമ്മളൊരു മെട്രോ എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഈ വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ അത് എല്ലാ നമ്മളെ എല്ലാ പുറം രാജ്യങ്ങളിലുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ത്യയിലൊരു ഫസ്റ്റ് ടൈമാണിതുള്ളൂ. സോ അപ്പോൾ അതാണ് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് കണ്ടിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. സോ അതിൻ്റെ കാഴ്ചകളും കണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. അതും കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. സോ എന്തായാലും വളരെ അപൂർവമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ. സോ ഇത് എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ട്രിവാൻഡ്രത്തിന് ഇപ്പോൾ പോർട്ട് വരുന്നുണ്ട്. സോ അതിൻ്റേതായ വികസനങ്ങൾ ഒരുപാട് മെട്രോയൊക്കെ അവിടെ വരുന്നുണ്ടെന്ന് കേട്ടു. സോ അതിൻ്റെ വികസനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയാം. പക്ഷേ എന്തായാലും ഈ ഒരു കാഴ്ച മനോഹരമാണ് കേട്ടോ. നമുക്ക് അപ്പുറത്ത് കുറേ ബിൽഡിങ്സും അതും ഇതുമൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക മെട്രോയ്ക്ക് അകത്തിരുന്ന് കാണുമ്പോൾ തന്നെ വളരെ കൗതുകം ഉണർത്തുന്ന കാഴ്ചയാണ് കേട്ടോ. സോ അവസാനം നമ്മൾ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. സോ ഇവിടുത്താണ് നമ്മൾ ഇത് വന്നത് കേട്ടോ. നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഹൈക്കോർട്ടിൽ വന്നത് കേട്ടോ. സോ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് കറങ്ങി ചുറ്റിയൊക്കെ വരും. അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ മറ്റേ മെട്രോയിൽ കയറുകയും ചെയ്യാം കേട്ടോ. പുറമേയുള്ള മെട്രോ ഉണ്ടല്ലോ, വാട്ടർ മെട്രോ അല്ലാത്തൊരു മെട്രോ ഉണ്ടല്ലോ. സോ അതിൽ വേണമെങ്കിൽ നമുക്ക് കയറി പോകാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ കാഴ്ചകളും കണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കായലിൻ്റെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. സോ എന്തായാലും നമ്മളവിടെ എത്തി, ഹൈക്കോർട്ടിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. സീറ്റ് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അവിടെ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി. എന്തായാലും നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഹൈ പ്രൊഫഷണലായിട്ട് ഇൻ്റർനാഷണൽ രീതിയിലാണ് അവരിത് ചെയ്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം ഒരുപാട് പേര് എന്താ പറയുക എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നൊന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ആൾക്കാരിങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, കുറച്ച് ക്രൗഡഡ് ആയിരുന്നു ആ സമയത്ത്. സോ എന്തായാലും ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ കണ്ടിരുന്നു. നല്ല നല്ല എനിക്ക് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ ഇഷ്ടമായി. ആ ഒരു വൈറ്റും ആ ഒരു ലൈറ്റ് ഗ്രീനുമായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പിടിക്കാനൊക്കെ കമ്പിളുണ്ട്, എല്ലാവരും ചേർന്ന് നിൽക്കാനും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു, നല്ല വൃത്തി, ഹൈജീനാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ അത് അത്രയും ക്വാളിറ്റിയുള്ള ഒരു രീതിയിലോട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക വേസ്റ്റൊന്നും കണ്ടേന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ദേവിക പറഞ്ഞു അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പോയി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഒരുപാട് നല്ല രീതിയിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടോട്ട് പോയി സൈഡിൽ ബാക്ക് സൈഡിലോട്ട് പോയി കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഭയങ്കര കാഴ്ച കേട്ടോ. എൻ്റെ ദിവസം ഉണ്ട് കേട്ടോ. അവിടെ വേറൊരു മെട്രോ പോകുന്നുണ്ട് കേട്ടോ, ഷിപ്പ് പോകുന്നുണ്ട്. സോ അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കയറുന്നുണ്ടല്ലോ. സോ അത് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായി. സോ അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ കുറേ ആൾക്കാരെല്ലാം പോയി. പിന്നെ അവർ നമ്മൾ പുറത്ത് പോകാൻ പറയുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അടുത്ത ഇത് കണക്ക് തന്നെ ഈ
മെട്രോ ഇനി തിരിച്ച് അതാണൊക്കെ പോകും കേട്ടോ. സോ എന്തായാലും എനിക്കിത് ഇലക്ട്രിക്കലായിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ്, ഇത് വെച്ചിട്ടാണ് അവരെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും അല്ല, മനോഹരമായിട്ടാണ്. എൻ്റെ ഫ്രണ്ടായാലും ബാക്കായാലും മദ്യമൊക്കെ ആയാലും അടിപൊളിയാണ് കേട്ടോ. സോ പിന്നെ മെട്രോ സ്റ്റേഷനും കൊള്ളാം കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. ഒന്നാമത് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഒന്ന് ഇതായിപ്പോയി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു തിരക്കുണ്ടാകുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും സാറ്റർഡേ സൺഡേസൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ എന്തായാലും ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. സോ ആൾക്കാരെല്ലാം ഇതൊരു മെയിൻലി ഇവരുടെ ഈ മെട്രോ കയറി നമുക്കൊരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് DC ബുക്സിൻ്റെ കുറച്ച് ബുക്ക് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ഈ ബസ്സിൽ കയറി ഈ ചൂട് കാലത്ത് ഇരിക്കുന്നതിനെ കാട്ടി നമുക്ക് ഇതിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് വെള്ളത്തിൽ കൂടെ അങ്ങനെ പോകുന്നത്. സോ അടുത്ത് വന്നപ്പോൾ കുറച്ചൊരു അവക്കോടയുടെ ഒരു നാച്ചുറൽ ഒരു ഐസ്ക്രീം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. സോ അങ്ങനെ ദേവിക അത് എടുത്തു കേട്ടോ, അത് വാങ്ങിച്ചു. അപ്പോൾ ഞാനും പിന്നെ ഒന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു, കാരണം ഞാൻ അധികം ഷുഗറൊന്നും കഴിക്കാറില്ല. അങ്ങനെ ദേവിക അത് ഒരു അവക്കാഡോ ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചാൽ അത് സാധാരണ വല്ല എസൻസ് വല്ലതും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ദേവിക പറഞ്ഞത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ഹൈക്കോടതി സ്റ്റേഷനാണിത്. സോ അങ്ങനെ ദേവിക പറഞ്ഞു വേണേൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവിക ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തന്നു. ഞാൻ വിചാരിച്ചു ഇനി ഭയങ്കര കട്ടിക്ക് ഷുഗർ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അധികം ഷുഗർ കഴിക്കാറില്ല, ഷുഗർ കട്ട് ചെയ്യുകയാണ് ഞാൻ. എന്നാലും ഇത് കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. അധികം മധുരമൊന്നുമില്ല, അവക്കോടയുടെ ഫ്ലേവറും എല്ലാം ഉണ്ടായിരുന്നുണ്ട്. സോ അവക്കോട ഒറിജിനൽ അവക്കോട കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഞാൻ ഒരു ഫുള്ള് എൻ്റെ അടുത്തും കഴിച്ചു കേട്ടോ. എന്തായാലും അത് അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം അത് ആ ഒരു ജേണി അടിപൊളിയായിരുന്നു. ഐസ്ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ഗൈസ്. അപ്പോൾ വാട്ടർ മെട്രോ നിങ്ങളിപ്പോൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാട്ടർ മെട്രോയിൽ കയറണം. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സോ അപ്പോൾ നിങ്ങളെന്തായാലും കയറുക, എക്സ്പീരിയൻസ് ചെയ്യുക. അതൊരു വലിയ ഇതാണ് കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, എൻജോയ്, ടേക്ക് കെയർ, ബൈ.